അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ കാണിക്കണേ. അപ്പോൾ ഞായറാഴ്ച ഇന്നിപ്പോൾ ഇവിടെ എല്ലാം ചപ്പും ഇതൊക്കെ അടിച്ചു കൂട്ടി വാരിക്കളയുക ഇതൊക്കെയാണ്. അപ്പോൾ അതാ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഇതാണ് കേട്ടോ, ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുക്കള പുറത്തുള്ള സ്ഥലമാണ്. ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അവിടെ ഇങ്ങനെ വർക്കൊക്കെ തുടങ്ങാൻ പോകുന്ന ഇത്. അപ്പോൾ ഇവിടെ ഒരു പ്ലാവ് ഈ സൈഡിൽ ഇവിടെ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതുമേന്ന് ആകെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഇവിടെ ഇട്ട് ഇങ്ങനെ തീയിടും അങ്ങനെ. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ പിന്നെ നമ്മൾ കൂട്ടി വെച്ച് പിന്നെ എന്താ ഹരിതകർമ്മസേനയൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ പക്ഷേ കരിയില എന്തായാലും ഇവിടെ ഇട്ട് തീയിടണതേ. ഇന്ന് ഞായറാഴ്ച കാരണം അവരൊക്കെ ഇങ്ങനെ മണം കേട്ട് ഇറച്ചിയുടെയൊക്കെ മണം കേട്ട് ഇങ്ങനെ നിൽക്കേണ്ട. അപ്പോൾ അതേ അമ്മയും കുഞ്ഞും കിടന്ന് കളിക്കണതാണിത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇന്ന് ഇവരും ഇന്ന് ഹാപ്പിയിലാണ് കേട്ടോ. ഇന്ന് തേങ്ങാച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെയും ഇറച്ചിയുടെയൊക്കെ മണം കേട്ട് അവരും ഭയങ്കര ഉത്സാഹത്തിലാണ്. തേങ്ങാച്ചോറ് പൂച്ചകൾക്കും ഭയങ്കര ഇഷ്ടമുണ്ടാകും. നെയ്ച്ചോറ് കൊടുക്കുമ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങനെ കഴിക്കാറൊന്നുമില്ല. നെയ്ച്ചോറ് അത്ര വലിയ ഇഷ്ടമില്ല. പക്ഷേ തേങ്ങാച്ചോറ് ഇറച്ചിയും പിന്നെ മീനൊക്കെ ഉണ്ട് കൂടുതലിഷ്ടം. ഫിഷിൻ്റെയൊക്കെ ഒരു ഗ്രേവി ഇച്ചിരിയൊക്കെ ഉണ്ടെങ്കിൽ ചോറൊക്കെ എന്തോരം വേണമെങ്കിലും കഴിക്കും. പക്ഷേ ഇറച്ചിക്കറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത്ര അങ്ങ് ഇഷ്ടമല്ല പൂച്ചക്ക്. അപ്പോൾ അതാ പരിപ്പ് കറി, ബീഫ് റോസ്റ്റ്, ബീഫ് കറി രാവിലെ പുട്ടിനുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എങ്ങും പോണില്ല വൈകിട്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇവിടെ പേപ്പറിൻ്റെ ഒപ്പം ഇങ്ങനെ ഓഫർ വരുന്ന ഇതൊക്കെ കാണും. ബിസ്മിയിൽ പോയിട്ട് കുറേ നാളായിട്ടാണ്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു നമുക്ക് ബിസ്മിയിലൊന്ന് പോകണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സമ്മതിച്ചില്ല കേട്ടോ. പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൈപ്പറിലൊക്കെ കയറിയാൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ അറിയാതെ വാങ്ങിച്ച് നമ്മുടെ പൈസ പോകുന്നത് അറിയില്ല. പോകണ്ടെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് കാറിൽ വെച്ച് അമ്മ പറഞ്ഞത് എനിക്ക് കാൽക്കുലേറ്റർ വേണം, അമ്മൂന് കാൽക്കുലേറ്റർ വേണം അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റൂല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലുലു പോയി ചോദിച്ചപ്പോഴും അവൾക്ക് പറഞ്ഞ സൈസിലുള്ള കാൽക്കുലേറ്റർ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ബിസ്മിയിലൊന്ന് ജസ്റ്റ് ചോദിക്കാമെന്ന് പറഞ്ഞത് ഞാൻ ഓടി അകത്തേക്ക് കയറിയിട്ടാണ്. അപ്പോൾ എനിക്ക് ബിരിയാണി പോട്ടൊക്കെ കുറേ ആയി ഇപ്പോൾ വാങ്ങിച്ചിട്ട്. മുൻപൊക്കെ വാങ്ങിച്ചതിൻ്റെ ഉള്ളിലത്തെ കോട്ടിങ്ങൊക്കെ പോവുകയും ഇതൊക്കെ ചെയ്ത്. അപ്പോൾ എന്തായാലും എനിക്ക് ബിരിയാണി പോട്ട് വേണം. നോട്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ, ബിസ്മിയുടെ നോട്ടീസ് പത്രത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ അന്ന് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നോട്ടോട്ട് വെച്ചിരുന്നതാണ് എനിക്ക് എന്തായാലും ആ ബിരിയാണി പോട്ട് വേണമെന്ന്. അപ്പോൾ അങ്ങനെ അവ കിട്ടിയ ചാൻസിൽ ഞാൻ കയറി പിന്നെ അതെടുത്തു. പിന്നെ കുറേ ചില സാധനങ്ങൾക്കൊക്കെ വില കുറവുണ്ട്. അതിപ്പോൾ ഹൈപ്പറിൽ എല്ലായിടത്തും അവരുടെ ഒരു ഇതാണല്ലോ, അത് ബിസിനസ് ഇതാണല്ലോ. ഇങ്ങനെ ചിലതിന് വില കുറച്ചിടുക, പക്ഷെ അത് പകരം വേറെതിന് വില കയറ്റിയിടുക, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ വിലയൊന്നും ഞാൻ അത്ര നോക്കിയൊന്നുമില്ല, കാരണം ബക്കറ്റൊന്നും ഇപ്പോൾ ആവശ്യമില്ല. പിന്നെയാണെങ്കിൽ ഇവിടെ പെയിൻ്റ് അടിക്കണ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് കുറേ ബക്കറ്റുകൾ പുറത്തൊക്കെ ഇങ്ങനെ അതിനൊക്കെ അത് ഉണ്ട്. പിന്നെ അത്ര ആവശ്യം വരണമൊന്നുമില്ല, അത് കാരണം അത് നോക്കിയില്ല കേട്ടോ. അപ്പം നോക്കുമ്പോൾ അവിടെ ബിസ്മിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ കുറേ ഇതൊക്കെ ഇങ്ങനെ പകുതി വിലയുടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചില സ്റ്റിക്കർ പോയത്, പിന്നെ സോപ്പ് പൊടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിയതൊക്കെ അവർ ടേപ്പ് വെച്ചൊക്കെ അതൊക്കെ കുറഞ്ഞ വിലക്ക് പകുതി വിലക്കൊക്കെയാണ് തോന്നുന്നു കൊടുത്തേക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ലുലു പോയി ആ സാധനങ്ങളൊക്കെ എടുത്താരണം പിന്നെ ഞാൻ അതെടുത്തില്ല. പിന്നെ ഇത് നല്ലതായിരുന്നു കേട്ടോ, ഇത് ഞാൻ ഒരെണ്ണം എടുത്ത്. ഇപ്പോൾ ഇതിൻ്റെ പകുതി വിലയാണ്. അപ്പോൾ അതുമ്പോൾ 179 ഇട്ടേക്കണത്. അപ്പോൾ അത് പകുതി വിലക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അത് ഈ സോന പപ്പാടി എന്നൊക്കെ പറയുന്ന ഒരിത് നല്ല ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല നട്ട്സിൻ്റെയൊക്കെ ടേസ്റ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സാധനമായിരുന്നത്. അപ്പോൾ നോക്കിയപ്പോഴാണ് അപ്പോൾ ഇവിടെ ഹെൽമെറ്റ് ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെൽമെറ്റ് കുറേ കളറൊക്കെ പോയി, കുറേ മുമ്പുള്ളതാണ്. എൻ്റെ ഫ്രണ്ട് തന്ന ഹെൽമെറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ ഹെൽമെറ്റ് കണ്ടപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേണമെങ്കിൽ വാങ്ങിച്ചോ, അല്ലെങ്കിൽ പിന്നെ വണ്ടി മാറിയിട്ടൊക്കെ വാങ്ങിക്കാമെന്ന്. വണ്ടി എന്തായാലും ഇപ്പോൾ തൽക്കാലം മാറണ്ടാന്ന് ഞാൻ പറയണത്. പക്ഷേ എന്തിനാ വെറുതെ എങ്ങും പോകണമൊന്നുമില്ല. അടുത്തൊക്കെ ലോക്കലൊന്ന് കടയിലൊക്കെ ഇങ്ങനെ പോയി വരണ്ടേന് എൻ്റെ ആ വണ്ടി തന്നെ എനിക്ക് ധാരാളമാണ്. പിന്നെ എന്തിനാ. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് അതൊന്ന് വച്ച് നോക്കിയിട്ട് പക്ഷേ അത് പെട്ടെന്ന് ഊർന്നു പോകുന്ന പോലെ തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് പെയിൻറ്റ് കുറച്ച് പോയെങ്കിലും അതാണ് എനിക്ക് കുറച്ചുകൂടി സേഫായിട്ട് തോന്നണത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വിട്ടു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യൂല. അപ്പോൾ
പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും എനിക്കത് മതി. പിന്നെ വെറുതെ എന്തിനാ വാങ്ങിച്ചു വെച്ചേർന്ന് പൈസ കളയണമെന്ന് കരുതി വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ദേ ഇവിടെ ഈ കൗണ്ടറിലുള്ളതെല്ലാം പകുതി വിലയുടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ അരിപ്പൊടി വാങ്ങിച്ചു, ഈ മാസത്തെ അരിപ്പൊടി വാങ്ങിച്ചു. ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തെ ഉള്ള ഉണ്ടാകും. പിന്നെ നമ്മൾ ഗോതമ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഉപയോഗിക്കണ കാരണം പിന്നെ അത്ര അങ്ങ് ചിലവില്ല കേട്ടോ. ഇതൊക്കെ ഹാഫ് പ്രൈസിന് ഇട്ടേക്കുന്നതാണ്. പിന്നെ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല ഫ്രഷായിട്ട് കഴുകി ഉണക്കി പൊടിക്കണ സ്ഥലത്തുനിന്ന് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ അതും വേണ്ടെന്ന് വെച്ചു. പിന്നെ അങ്ങനെ പോകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പഞ്ചസാര വാങ്ങിച്ചു. പിന്നെ ചോറ് വയ്ക്കണ അരി തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കുറഞ്ഞ വിലക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുമ്മ സ്റ്റിക്കറിൽ എഴുതി വെച്ചിട്ടുണ്ട്, കുറഞ്ഞ വില എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വക്കൊക്കെ പൊട്ടിയതും ഇതൊക്കെയാണ്. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇത് ഇവിടെ സെറാമിക് പ്ലേറ്റൊക്കെ ഉണ്ട്, ഡിന്നർ സെറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 900 രൂപ. പിന്നെ ഇതൊരു 450 കേട്ടോ അതുമ്മ കാണിക്കണത്. പക്ഷേ അതിൻ്റെ ചിലപ്പോൾ വക്കൊക്കെ പൊട്ടിയതായിരിക്കും. അത് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും കൊള്ളൂലല്ലോ വെറുതെ വാങ്ങിച്ചുകൊണ്ടുപോയിട്ട്. അപ്പോൾ അതും വേണ്ട, അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് അരി വാങ്ങിച്ചു, അരി തീർന്നിരിക്കുകയായിരുന്നു. പഞ്ചസാരയും വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പിന്നെ പിള്ളേരുടെ ലേസ് അതൊക്കെ ഇങ്ങനെ ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വില കൊടുത്തത് ഇങ്ങനെ. പിന്നെ അതേ മാഗി ഇത് കുഴപ്പമില്ലെന്ന് തോന്നിയിട്ടാ. 100 രൂപയ്ക്ക് വലിയൊരു പാക്കറ്റിൽ കിട്ടും. പക്ഷേ മാഗി കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അത് തീരട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ എന്താണെന്ന് നോക്കി. പിന്നെ വേറെ ചപ്പാത്തി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ചപ്പാത്തി പൈസ കുറവുണ്ടായിരുന്നു കേട്ടോ. ഓട്സൊക്കെ കുറവുണ്ടായിരുന്നു. പക്ഷേ ഓട്സ് ഇവിടെ ഉണ്ട്, വാങ്ങിച്ചത് ഇരിപ്പുണ്ട്, തീർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് വേണ്ട. ഓട്സൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയേക്കണേമ്മ ഒന്ന് തൊടാൻ പറ്റുമോ? പിന്നെ ഇവിടെ ബേക്കറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓണത്തിനൊക്കെ ചിപ്സിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നല്ലോ. ഇപ്പോൾ പിന്നെ കോംബോ ഓഫറൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല വില കുറവൊക്കെ ഉണ്ട്. പക്ഷേ വറുത്തതൊന്നും വീട്ടിൽ അങ്ങനെ ആരും അധികം കഴിക്കില്ല. വാങ്ങിക്കുമ്പോൾ പിന്നെ 1-2 എണ്ണം പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരിക്കില്ല. അത് കാരണം വറുത്തത് അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് അവിടെ ചേനയുടെ വില കണ്ടത് കേട്ടോ, 92 രൂപ. അപ്പം ഞാൻ ഓർക്കായിരുന്നു വീട്ടിൽ കഴിഞ്ഞ ആഴ്ച ചേന കുറച്ചിട്ട് അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു 5 കിലോ ഒക്കെ ഉണ്ടാകും ശരിക്കും ആ ചേന. അപ്പോൾ അങ്ങനെ അത് ഓർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വേണം നാളെ അത് എടുക്കാനായിട്ട്. അപ്പോൾ ചേനയുടെ ആ പച്ചിപ്പൊന്നും മാറിയില്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ചൊറിയും. അത് കാരണം ഞാൻ പിന്നെ മുറിക്കാതെ വെച്ചിരുന്ന. പിന്നെ അതെ ഇതെല്ലാം ഓഫറുള്ളതാണ് കേട്ടോ. ഈ ഫ്രോസൺ ചെയ്ത ഇതൊക്കെ ചിക്കൻ അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പല കമ്പനിയുടെ റൈസ് പൗഡറുകളും പലതരത്തിലുള്ള പൊടികളും ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നല്ല ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മുവിനാണെങ്കിൽ ചോറും പാത്രം വാങ്ങിച്ചിട്ടില്ല. ചോറും പാത്രം വേണമെന്ന് പറഞ്ഞ് അമ്മ ഇവിടെ നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഓഫറുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരെണ്ണം തീരെ ചെറുതാണ് അമ്മു സെലക്ട് ചെയ്തത്. അതിന് 130 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ചുകൂടി വലുത് നോക്കിയപ്പോൾ കുറച്ച് പൊക്കമുള്ളതാണ് നോക്കിയപ്പോൾ. പിന്നെ അതിന് കുറച്ച് കട്ടിയേ കുറവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വക്കൊക്കെ ഒടിഞ്ഞ ടൈപ്പൊക്കെ ആയി വരുന്ന സൈസ്, ഒട്ടും കനവും ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് സ്റ്റീൽ പാത്രം മാത്രമുള്ള ഷോപ്പിൽ നിന്ന് എവിടെയെങ്കിലും വാങ്ങിക്കാമെന്നും പറഞ്ഞ് പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ. അമ്മ ഇപ്പോൾ കോളേജിൽ കൊണ്ടുപോകണ പാത്രം പഴയ പാത്രമാണ്. പിന്നെ ഇത്തവണ വാങ്ങിച്ചില്ലായിരുന്നു. പിന്നെ അതേ ഡിന്നർ സെറ്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഫൈബറിൻ്റെ ആണ് കേട്ടോ. 499 രൂപ വില കാണുമ്പോൾ നമ്മൾ ഡിസൈനും കാണുമ്പോൾ ഓർക്കും നല്ല ഡിസൈനൊക്കെ ആണല്ലോ എന്ന്. പക്ഷേ അത് ഫൈബറിൻ്റെ ആയിരുന്നു. അപ്പോൾ അതാ ഇതിൻ്റെയൊക്കെ റേറ്റ് നല്ലതൊക്കെ ഉണ്ട് കേട്ടോ. അതനുസരിച്ച് തന്നെ നമുക്ക് റേറ്റും കൂടുതലാണ്. പിന്നെ അതേ ഇവിടെ സ്റ്റീൽ പാത്രങ്ങളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതേ വരുന്ന വഴിയിൽ തന്നെ അവർ വെച്ചിരിക്കുന്നുണ്ട് ഓഫറുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ പിന്നെ ഇതൊരു കാസ്ട്രോളിൻ്റെ ഇതാണ് ആ വില വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതൊരു ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ഇത് ഇറങ്ങിയപ്പോൾ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ കാറിൽ കയറിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിക്കി തുറന്ന് ഡിക്കിയിൽ സാധനം എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ചാവി ഊരിയില്ല. അപ്പോൾ കാറിൽ കയറാൻ നേരത്ത് അയ്യോ ചാവി എന്തിയെന്ന് എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കൽ തുടങ്ങി. ചാവി എവിടെ പോയി? മഴ പെയ്തപ്പോൾ പെട്ടെന്ന് ഡിക്കി അടച്ചിട്ട് വന്ന് ഇരുന്നു. കാറിൻ്റെ അകത്തേക്ക് കയറി. എന്നിട്ട് പിന്നെ ചാവി കണ്ടില്ല. അപ്പോഴാണ് ഓർത്തത് അയ്യോ ഡിക്കി ഇങ്ങനെ തുറക്കാൻ വേണ്ടി അവിടെ ഇട്ടതാണല്ലോ. പിന്നെ ഉണ്ണി ഇറങ്ങി ചാവി എടുത്ത് പിന്നെ ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. അപ്പോൾ സ്വീറ്റ്സൊക്കെ കാറിലിരുന്ന് കഴിച്ചു. അപ്പോൾ അവർക്ക് പിന്നെ ചായ കുടിക്കണം, അത് വേണം ഇത് വേണമെന്നൊക്കെ ഓരോ ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ ഇറച്ചിക്കറി ഇരിപ്പുണ്ട്, ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മതി, വേറെ ഇനിയോ ഹോട്ടലിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ അതേ ഞങ്ങൾ അൺബോക്സ് ചെയ്യണ്ട, നമ്മളുടെ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് തവിയൊന്നും ഞാനവിടെ. അപ്പോൾ ഞാൻ ബിസ്മിയിൽ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടോ പോയത്, ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബിസ്മിയിൽ കയറിയപ്പോൾ. പർച്ചേസ് ചെയ്യാനായിട്ട് പോയതല്ലെങ്കിലും അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ലുലുവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ട് അവരുടേതായ ചില ടെക്നിക്കുകളും കസ്റ്റമറെ ആകർഷിക്കാനും ഒക്കെയുള്ള ഓഫറുകൾ ഒക്കെ. അപ്പോൾ അത് തന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിലും അങ്ങനെ തന്നെയാണ്. പിന്നെ റേറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും വാങ്ങിച്ചില്ല. ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ചു. പിന്നെ അരി പഞ്ചസാരയൊക്കെ അത് എല്ലായിടത്തും ഒരേ ക്വാളിറ്റിയൊക്കെ ഉള്ളതാണല്ലോ, അത് വാങ്ങിച്ചത്. പിന്നെ ചിലതിനൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ബിസ്മിയിൽ കണ്ടതിലും കുറച്ചുകൂടി റേറ്റ് കുറവ് ലുലു ഹൈപ്പറിലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ബിസ്മിയിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് നേരെ വേഗം വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ലുലുവിൽ നമ്മൾ കാർ പാർക്കിങ്ങിലും ഇതൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ കുറേ സമയം നഷ്ടത്. പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് വീട്ടിൽ പോകണമെങ്കിൽ പിന്നെ നമുക്ക് ബിസ്മിയിൽ തന്നെ പോകാം. അങ്ങനെ എല്ലാവർക്കും എല്ലായിടത്തും ബിസിനസ് നടക്കണ്ടേ. ഇപ്പോൾ നമുക്ക് ഒരെണ്ണം നല്ലത് ഒരെണ്ണം മോശം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ളത് സൗകര്യമുള്ളിടത്ത് പോയി വാങ്ങിക്കുകയും ഇതൊക്കെ ചെയ്യും. അത് നോക്കാം. ഈ കോട്ടിങ്ങിന് ഇളക്കം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെ ഇവിടെ കുറേ ഇതൊക്കെ മുൻപൊക്കെ ഞാൻ വാങ്ങിച്ചത് ഇവിടെ കളഞ്ഞിട്ടേക്കാണ്. അപ്പോൾ ഇനി അതെന്ന് വെച്ചാൽ കുറേ ഉപയോഗിച്ചതാണ്. കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഏത് തവി ഇട്ടിട്ടുണ്ടെങ്കിലും ഇട്ടില്ലെങ്കിലും ഇങ്ങനെ പോകും. അതിൻ്റെ ഇതൊക്കെ വെള്ള കളറിൻ്റെ ആയിരുന്നു കേട്ടോ എനിക്ക് മുൻപുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചതാണ്. പിന്നെ കാസ്റ്റേണിൻ്റെ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അത് കുഴപ്പമില്ല, അതങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കോട്ടിങ് പോകുന്ന പ്രശ്നമൊന്നുമില്ല. അത് കുറച്ച് റേറ്റ് കൂടിയതാണ്. അപ്പോൾ ഇത് നല്ലൊരു ഡീലാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ അമ്മു അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണ്ട. അമ്മു അത് റബ്ബറിൻ്റെ ഇതല്ലേ അമ്മു? സ്കൂട്ടർ കൂടെ കിടപ്പുണ്ടായിരുന്നല്ലോ. ആ ഓക്കെ. അപ്പം ഇത് ചെറുത്, അതിൻ്റെ അകത്ത് ഫ്രീ ഉള്ളതാണ്, കയ്യിലുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തേണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ ബൈ, താങ്ക് യു.